ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു നിദൂസ് ഇൻഡോ ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്, നീർദോശ. സാധാരണ നീർദോശ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയാ. തേങ്ങ തിരുമ്പണം, പിന്നെ അത് അരിയിൽ അരയ്ക്കണം, അതൊക്കെ. ഇതൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ടൊരു നീർദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് 2 കപ്പ് ബസ്മതി റൈസ് 3.5 മണിക്കൂർ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാരി കഴുകി വൃത്തിയാക്കി വാരി എടുത്ത് വെച്ചേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ല നീർദോശ ഉണ്ടാക്കുന്നത് നല്ല നീട്ടിയ അതിൻ്റെ ദോശ മാവ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നീട്ടി അരയ്ക്കാനായിട്ട് ഇച്ചിരി വെള്ളം വേണം. അപ്പം വെള്ളത്തിനൊന്നും കണക്കില്ല. ഞാൻ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിങ്ങനെ ഒഴിച്ച് കാണിക്കാം. നല്ല ലൂസായിരിക്കണം ഇത്. അതുപോലെ തന്നെ ഈ നീർദോശ നമുക്ക് കുതിരാൻ വെക്കുവോ അല്ലെങ്കിൽ ഇത് പുളിക്കാൻ വെക്കുവോ ഒന്നും ആവശ്യമില്ല. നമ്മൾ അരച്ചാൽ ഉടൻ തന്നെ നമുക്ക് അത് ചുട്ടെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫ്രൈങ് പാനും ആവശ്യമുണ്ട്. ഇനി നമുക്ക് പ്രൊസീജിയറിലേക്ക് പോകാം. ഞാൻ നിങ്ങളിപ്പം ഇത് അരച്ചെടുത്ത് ഉണ്ടാക്കുന്നത് കാണിക്കാം. ആദ്യമായിട്ട് ഇതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്കിടാം. ഇതിന് ബസ്മതി റൈസ് തന്നെ വേണം കേട്ടോ. ഞാൻ പച്ചരിയിൽ നോക്കി അത്ര അങ്ങോട്ട് ശരിയായില്ല. ഏറ്റവും ബെസ്റ്റ് ബസ്മതി റൈസ് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഈ ബ്ലെൻഡറിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ മാഗിയുടെയോ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല കോക്കനട്ട് മിൽക്ക് പൗഡർ. അത് ഇതിൻ്റെ റേഷ്യോ 1 കപ്പ് അരിക്ക് 1 കപ്പ് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ, അങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ. ആവശ്യത്തിന് ഉപ്പ്. വെള്ളം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്താം. ഇത് കണ്ടോ, നല്ല നീട്ടിയാണ് ഇത് ഞാൻ അരച്ചേക്കുന്നത്, കണ്ടല്ലോ. ഇതിനാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കി. ഇനി നമുക്ക് ഇത് ഒറ്റ സമയവും വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ ചുട്ടെടുക്കാം. ഇത് നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല വെള്ളം പോലെ, പാലും വെള്ളം പോലെ. പക്ഷേ ഇതിൻ്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കുമ്പം തന്നെ നമ്മൾ കറക്കണം, അല്ലെങ്കിൽ നീർദോശ ശരിയാകത്തില്ലേ. അപ്പോൾ കണ്ടോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇതിൽ 1 സ്പൂൺ ബാറ്റർ എടുത്തു, ഇളക്കിയതിന് ശേഷം ഇത്രേ ഉള്ളൂ. ഇത് ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡ്സ് എല്ലാം വിട്ടു വന്നു. നമുക്ക് കൈകൊണ്ട് വേണേൽ ഇത് മടക്കാം, അത്രയ്ക്ക് സോഫ്റ്റാണ് നീർദോശ. കണ്ടോ, ഇത് 4ആയിട്ട് മടക്കി എടുത്തു. നല്ല സോഫ്റ്റാണ്. അടുത്ത ബാറ്റർ ഇതുപോലെ തന്നെ ഒഴിക്കാം. നിങ്ങൾക്ക് അടുത്ത ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കാം. ബാറ്റർ നന്നായിട്ട് ഇളക്കണം, അല്ലെ അടിയിൽ ഇങ്ങനെ പച്ചപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് അടിയിൽ കെട്ടാൻ ചാൻസ് ആണ്. അതുകൊണ്ട് ഇളക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതിങ്ങോട്ട് ഒഴിക്കുന്നു. ഒഴിച്ച ഉടനെ ഇതങ്ങ് കറക്കണം. കണ്ടോ, അപ്പം തന്നെ അതിലിങ്ങനെ കുത്തല് പോലെ വന്നു. ഇനി അടച്ചു വെക്കുന്നു, അതൊന്ന് വേഗം ഇട്ടിട്ട് നമുക്കിത് അടപ്പും തുറന്ന് നോക്കാം. ഇതാ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. ഇതിൻ്റെ സൈഡ്സ് കണ്ടോ, ഇതിങ്ങനെ വിട്ടിങ്ങി വരും, കണ്ടോ. ഇത് നമുക്കിത് 2ആയിട്ടൊന്ന് മടക്കാം, 4ആയിട്ട് മടക്കാം. ഇതിന് ഫ്രൈ എടുക്കാം. ഇത് സെർവ് ചെയ്യുന്നത് 4ആയിട്ടാണ്. ഒന്നുകൂടെ അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. 2 കാര്യം ഒരുപോലെ നടന്നില്ലെങ്കിൽ ഇത് ശരിയാകാൻ പാടാണ്. ഇതിൽ നിന്ന് എടുത്തു, ഇങ്ങോട്ട് ഒഴിച്ചു. കണ്ടോ, ഇതിലെല്ലാം ഹോൾസ് വന്നു, വെന്ത് വരുന്ന കണ്ടോ. നമുക്കിത് അടച്ചു വെച്ചിരിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്.
ഇത് വെന്തെന്നറിയാനായിട്ടാണ്. ഇതിൻ്റെ സൈഡ്സ് എല്ലാം അങ്ങ് വിടും. കണ്ടോ, നമുക്കിത് 2 മടക്കുന്നു, 4 മടക്കുന്നു. നീർദോശ റെഡി. നമുക്ക് പാനിലേക്ക് മാറ്റാം, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ ലാസ്റ്റത്തെ ഈ നീർദോശ ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റത്തെ നീർദോശയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സ് ഒക്കെ കണ്ടോ, അവസാനം വരെ എല്ലാ ദോശയും ശരിയായി. നല്ല സോഫ്റ്റാണിത്. 2 മടക്കാം, 4 മടക്കാം. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 2 കപ്പ് അരി കൊണ്ട് ഏകദേശം ഒരു 12 നീർദോശ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ നീർദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 കപ്പ് അരി കൊണ്ട് ഏകദേശം 13 നീർദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, ലെയേർഡായിട്ട് വരും. കണ്ടോ, നല്ല സോഫ്റ്റാണിത്. ഇത് പറഞ്ഞൊന്നും പോകത്തില്ല. കാരണം ഇത് സാധാരണ സെർവ് ചെയ്യുന്നത് ഇങ്ങനെ 4 മടക്കി നമ്മൾ പാനിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ 4 മടക്കിയാണ് ഇത് സെർവ് ചെയ്യുന്നത്. സാധാരണ ഒരു ദോശയുടെ ലുക്ക് ഇതിന് വരരുത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ സൂപ്പർ കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്. പക്ഷെ എനിക്ക് ചിക്കൻ കറി അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എഗ്ഗാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് മുട്ടക്കറിയും സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ നോക്കിയിട്ടുണ്ട്, ടൊമാറ്റോ ഫ്രൈയും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി. ഇതൊന്ന് കഴിച്ചു നോക്കാമേ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്, പല്ലില്ലാത്തവർക്ക് ഏറ്റവും സൂപ്പറാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ ന്യൂ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എനിക്ക് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വരാൻ വേണ്ടിയിട്ട്. പുതിയൊരു വെറൈറ്റി ഡിഷുമായി ഇനി ഞാൻ വീണ്ടും വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.